ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിലേക്ക് നമ്മൾ വന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതിന് മാങ്ങയും നാരങ്ങയും ഈത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടി നാരങ്ങ ഞാൻ ഇവിടെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വാടിയെടുത്ത് നാരങ്ങ നാരങ്ങ വാടുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ഉലുവയും കടുകും വറുത്തെടുക്കാം. ഉലുവയും കടുകും ഒന്ന് വറുത്തെടുക്കുക. 2 സ്പൂണ് കടുക്, 1 സ്പൂൺ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. അധികം കരിഞ്ഞു പോവാതെ വറുത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്കിത് വാട്ടിയെടുക്കാം. ഇത് ഈ നല്ലെണ്ണയാണ് നമ്മളിപ്പം വാട്ടുന്നത്. നല്ലെണ്ണ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി 3 കൂടിയിട്ട് വാട്ടിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു മണം പച്ച മണം പോകുന്നതിന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇവിടെ വാട്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത മാങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഞാനിന്ന് അടുപ്പത്ത് വാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മാങ്ങ, നാരങ്ങ, അച്ചാർപ്പൊടി. അപ്പോൾ ഇത് നമുക്ക് തീരെ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയൊരു പാത്രം എടുക്കാം. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാനൊന്ന് നല്ലെണ്ണയിൽ വാട്ടി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഒന്ന് സ്പീൻ ചെയ്തെടുത്തതാ, ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട്. അപ്പം അത് 4 കഷ്ണമായിട്ട് മുറിച്ചെടുത്തതാ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അച്ചാർപ്പൊടി, മുളക് പൊടി, സുറുക്ക ഒഴിച്ച് കൊടുക്കാം. നല്ലോണം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ കഴിക്കരുത്.
ഇച്ചിരി പഞ്ചസാര പൊടി, മധുരത്തിന് പഞ്ചസാര ഇട്ടു. ഉപ്പ് ഞാനിപ്പോൾ പൊടി പെടുന്നില്ല, പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഈത്തപ്പഴം ഇതാ ഒരു പോക്കി വെച്ചതാ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതുക്കിയിട്ട് ഇതും ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വേണം, നല്ലങ്ങനെ കുതിർന്ന് കുറച്ചും കൂടി സുറുക്ക നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാറില്ല. അപ്പോൾ ഇത് ഈ 2 ദിവസം തീരെ എടുക്കാതെ മൂടി വെക്കാനുണ്ട്. നമ്മൾ അച്ചാറില്ല റെഡിയായി. നമുക്ക് നാരങ്ങയും ഈന്തപ്പഴവും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറുണ്ടാക്കാം, ഉപകരണങ്ങളുണ്ടാക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.